250 കുടുംബങ്ങൾ വെള്ളം കുടിക്കുന്ന ഒരു കിണറാണിത്. ഇതിൻ്റെ പരിസരത്ത് കൊണ്ടുവന്നിട്ടിരിക്കുന്ന വേസ്റ്റ് കണ്ടോ? നിങ്ങൾ പറയുന്നു ചങ്ങനാശ്ശേരി പരിസരത്ത് വേസ്റ്റ് ഇട്ടാൽ 5000 രൂപ മിനിമം ഫൈൻ അടിക്കുമെന്ന് പറയുന്നു. ഈ കുടിവെള്ള കിണറിൻ്റെ ഈ അടുത്ത് കൊണ്ടുവന്ന് ഈ വേസ്റ്റ് ഇട്ടിരിക്കുന്നത്, ഇവിടെ ക്യാമറയുണ്ട്, നിങ്ങൾക്ക് കണ്ടുകൂടെ? ഇതാരാ ഇട്ടിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടെ? ഇത് നോക്കേ, ചീഞ്ഞളിഞ്ഞ് ഈ കിണറിൻ്റെ അവിടെ കിടക്കുക. ഈ കിണറ്റിൽ നിന്നാണ് ഈ മാർക്കറ്റിലുള്ള എല്ലാ ആൾക്കാരും കുടിക്കാനായിട്ട് വെള്ളം എടുക്കുന്നത്. ആ കസാരയിൽ ഇരുന്ന് ശമ്പളം മേടിച്ചാൽ പോരാ, ഇത് വന്ന് കണ്ട് ഇതിന് വേണ്ടുന്ന തീരുമാനങ്ങളിടാം. ഈ ലൈറ്റ് കത്താതിരുന്നിട്ട് ഇപ്പോൾ 2 മാസമായി, ഇത് കത്തുന്നില്ല. അപ്പോൾ ഈ ഇരുട്ടിൻ്റെ മറവിലായിരിക്കണം ഈ പ്രവർത്തികൾ ചെയ്യുന്നത്. ഇവിടെ വന്ന് നേരത്തെ വേസ്റ്റ് എടുത്ത് ഫൈനൊക്കെ അടിച്ചിട്ടുള്ള മുനിസിപ്പാലിറ്റി, പക്ഷേ അതുകൊണ്ടൊന്നും പോരാ. നിങ്ങൾ വീണ്ടും ഇതാരാണെന്ന് കണ്ട്, ഇതിൻ്റെ അകത്തൊക്കെ കാണും ഇട്ടോൻ്റെയൊക്കെ അഡ്രസ്സൊക്കെ, വന്ന് കണ്ട് ഇതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം. ചരിത്ര പ്രസിദ്ധമായ 5 വിളക്ക്, ആ 5 വിളക്കേൽ മുനിസിപ്പാലിറ്റി അല്ല, ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ കൂടി വെച്ച അതിമനോഹരമാക്കിയ ഒരു പൂന്തോട്ടമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് വളരെ നല്ല പൂക്കളൊക്കെ ഇവിടെ 100 കണക്കിന് ആൾക്കാർ വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്ന ഒരു സ്ഥലമാണ്. ഇതിപ്പോൾ കിടക്കുന്ന കണ്ടോ? ഇവരിത് നോക്കുന്നില്ല. ഇത് കാടൊക്കെ പിടിച്ച്, ഇത് കണ്ടോ? ഈ ചെടിയുടെ മണ്ടയ്ക്കെല്ലാം കാട് കയറി പിടിച്ച് കിടക്കുക. ഇവർക്ക് ഈ തൊഴിലുറപ്പുകാരെ വെച്ച് ഒരു ദിവസം ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൂടെ? നിങ്ങൾ കാണാൻ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ മുനിസിപ്പാലിറ്റി ഈ പൊതുമുതലിനെ ഇങ്ങനെ നശിപ്പിക്കുന്നത്? ഇതൊന്ന് കാടൊക്കെ വെട്ടി നിങ്ങൾക്കൊന്ന് മനോഹരമാക്കി കൂടെ? തൊഴിലുറപ്പുകാരെന്നും പറഞ്ഞ് കുറച്ച് പേരുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഒരു 2 പേരെ വിട്ടാൽ പോരെ. ഇനിയും വേണ്ട, മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാഫുകളുണ്ടല്ലോ, അവരെ വിട്ട് ഇതിൻ്റെ അകത്ത് ഈ കാടൊന്ന് പറിച്ച് നിങ്ങൾക്ക് വൃത്തിയാക്കാൻ മേലെ. ഇതെല്ലാം ഇവിടുത്തെ ഓരോ സംഘടനകൾ ചെയ്യുന്ന ഈ 5 വിളക്ക് സ്ക്വയർ, ഇതൊക്കെ ഇവിടുത്തെ ഓരോ സംഘടനകൾ ചെയ്യുന്ന ബോർഡാണ്. ഈ ചെടികളും ഇവിടുത്തെ ഈ നാടിനെ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന, ഇതിനെ ഒന്ന് പരിപാലിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലേ? നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ ശമ്പളവും മേടിച്ച് ഇവിടെ ഞങ്ങളുടെ ടാക്സും മേടിച്ച് അവിടെ ഇരിക്കുന്നത്? കഷ്ടം തന്നെ.